പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു 5.1 പ്രോലോജിക് ആംപ്ലിഫയർ അസംബ്ലിങ് വീഡിയോ ആയിട്ടാണ്. ഇതിപ്പോൾ ഒരു പ്രോലോജിക് ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു അനലോഗ് ആംപ്ലിഫയർ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ അസംബ്ലിങ് ഡീറ്റെയിൽഡ് വീഡിയോ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഓരോന്ന് പരിചയപ്പെടുത്തി നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നും എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടത്, ബോർഡുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്നും എല്ലാം നിങ്ങളെ വിശദമായിട്ട് പരിചയപ്പെടുത്തിയിട്ടാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോലോജിക് ബോർഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. ഇതിൻ്റെ പേര് വസന്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് ഈ ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനി നിർമ്മിച്ച ബോർഡാണ്. ഈ ബോർഡ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള ഇലക്ട്രോണിക് സ്ട്രീറ്റിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു 600 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 6 ചാനലായിട്ട് ഇത് ഔട്ട് വരും. കൂടാതെ ഇതിൻ്റെ കൂടെ ബാസ് ട്രബിൾ ബോർഡും ഇതിൻ്റെ കൂടെ തന്നെ ഇൻബിൽട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. റൈറ്റ്, ലെഫ്റ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്. അപ്പോൾ നമുക്കിത് ഈ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബാസ് ട്രബിൾ വേണ്ട, സബ് ഫിൽറ്റർ ബോർഡ് വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒറ്റ ഒരു ബോർഡ് വെച്ചിട്ട് ഒരു 5.1 നമുക്ക് ചെയ്തെടുക്കാം. DTS ഡോൾബി ഒന്നും കിട്ടത്തില്ല. ഒരു പ്രോലോജിക് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. DC 24 മുതൽ 45 വോൾട്ട് വരെ കൊടുക്കാമെന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സേഫായിട്ടുള്ള വോൾട്ടേജാണ് 30 വോൾട്ട്. അടുത്ത നമ്മുടെ പവർ ആംപ്ലിഫയർ ബോർഡാണിത്. ഇതൊരു 2030 5 ചാനൽ കൊടുത്തിട്ടുള്ളൊരു ബോർഡാണ്. ഇത് SDODയുടെ ബോർഡാണിത്. അതുപോലെ തന്നെ സബിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുന്നത് 5200 1943 കോമ്പിനേഷൻ പെയറാണ് വന്നിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു നമുക്ക് 100 വാട്ട്സിനടുത്ത് 80 വാട്ട്സൊക്കെ RMS കിട്ടുന്ന രീതിയിലുള്ളൊരു സർക്യൂട്ടാണ്. 4-35 വോൾട്ട് DC ആണ് ഇതിന് ഇൻപുട്ട്. ഇതിൻ്റെ 12012 DC ഇതിന് റെക്കമെൻഡ് ചെയ്യുന്നത്. SDODയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ബോർഡാണ്. ഏകദേശം 1 വർഷം മുമ്പ് വാങ്ങിച്ചാണ്. അന്ന് വാങ്ങിച്ചപ്പോൾ ഇത് ഹീറ്റ് സിങ്ക് ഇല്ലാതാണ് നമ്മളത് ഓർഡർ ചെയ്ത് വരുത്തിച്ചത്. അന്ന് ഇതിന് ഏകദേശം 1000 രൂപയായിരുന്നു ഇതിൻ്റെ വില വന്നിരുന്നത്. ട്രാൻസിസ്റ്റർ ഞാനിവിടെ ഊരി മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഹീറ്റ് സിങ്കിലേക്ക് മൗണ്ട് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഊരി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഹീറ്റ് സിങ്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം 2 ഡബിൾ സൈഡ് പിൻസ് വരുന്ന ഒരു ഹീറ്റ് സിങ്ക് ആണ് ഉപയോഗിക്കുന്നത്. ഇത് 2030 ICക്ക് വേണ്ടിയിട്ടുള്ള ഹീറ്റ് സിങ്ക് ആണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഹീറ്റ് സിങ്കിന് ഏകദേശം 70 രൂപയാണ് വില വന്നിരിക്കുന്നത്. ഈ ഹീറ്റ് സിങ്കിന് ഏകദേശം ഒരു 110 രൂപയാണ് ഇതിന് വില വന്നത്. അടുത്ത നമ്മളൊരു 6 ചാനലിലെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇത് ഞാൻ എറണാകുളത്ത് പള്ളിമുക്കിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. സബിന് വേണ്ടിയാണ് ഈ വലിയ റിലേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 30 ആംപിയർ റിലേ ആണ്. നമുക്കൊരു അത്യാവശ്യം ആംപിയർ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റിലേ വെച്ചിട്ടുള്ളൊരു ബോർഡ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് ഏകദേശം 400 റേഞ്ചിലാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. അടുത്തൊരു AC മെയിൻസ് കോഡാണ്. ഇതൊരു 3 പിൻ മെയിൻസ് കോഡാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്തൊരു എർത്ത് വയർ വന്നിരിക്കുന്നുണ്ട്. നമുക്കിത് ട്രാൻസ്ഫോമറിൻ്റെ ലെഗിലേക്ക് എർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ക്യാബിനറ്റിലേക്ക് നമ്മളിതിൻ്റെ എർത്ത് വയർ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടും മറ്റു കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ വീടിൻ്റെ MCB ട്രിപ്പായി നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് തരും. പിന്നെ നമുക്കിതിന്ന് എർത്ത് നമുക്ക് ഷോക്ക് അടിക്കാനുള്ളൊരു സാധ്യതയും കുറവാണ്. പിന്നെ പ്രൊട്ടക്ഷൻ, സേഫ്റ്റി മെയിൻ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 3 പിൻ കോഡ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ അത്യാവശ്യം എല്ലാ ആംപ്ലിഫയറും അസംബിൾ ചെയ്താൽ ഞാൻ 3 പിൻ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടും ഇതൊരു 2 മീറ്റർ നീളവും കിട്ടുന്നുണ്ട്. അത് നമ്മുടെ പവർ സപ്ലൈക്ക് വേണ്ടിയുള്ള കപ്പാസിറ്ററാണ്. ഇതിപ്പോൾ 10000 മൈക്രോഫാരഡ് 63 വോൾട്ടിലെ 2 കപ്പാസിറ്റർ സബിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ത്രീനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ കപ്പാസിറ്ററാണ്. ഇത് മാർക്കറ്റിൽ ഏകദേശം ഞാൻ പള്ളിമുക്കിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഇതൊരു 150 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. 2030 വേണ്ടിയിട്ട് നമ്മൾ 25 വോൾട്ട് 4700 മൈക്രോഫാരഡിൻ്റെ 2 കപ്പാസിറ്ററാണ് ഉപയോഗിക്കുക. കാരണം സൈഡ് ചാനലിൽ നമ്മൾ അധികം വാട്ട്സ് ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു 4 ഇഞ്ച് സ്പീക്കറൊക്കെ കൊടുക്കത്ത രീതിയിലുള്ള സാറ്റലൈറ്റ് സ്പീക്കർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 3 ആംപിയർ റേഞ്ചിലൊക്കെ നമുക്ക് ട്രാൻസ്ഫോമർ ഔട്ടുള്ളൂ. അടുത്ത നമ്മൾ ട്രാൻസ്ഫോമറാണ്. ഇതൊരു 24 6 ആംപിയർ, അതായത് ഒരു ടാപ്പിംഗ് 3 ആംപിയർ വെച്ചിട്ട് കിട്ടുന്ന
6 ആമ്പിയർ വരുന്ന ട്രാൻസ്ഫോമറാണ്. ഇത് നമ്മുടെ സബിന് വേണ്ടിയുള്ള ടാപ്പിംഗ് ആണ്. ഇത് നമ്മുടെ TDA 2030 കൊണ്ടുള്ള ടാപ്പിംഗ് ആണ്. 3 ആമ്പിയർ ആണ് വരുന്നത്. 12 3 ആമ്പിയർ. അതിൻ്റെ കൂടെ 12 ടാപ്പിങ്ങിനുണ്ട്. നമ്മുടെ കൂളിംഗ് ഫാൻ മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 12 നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു കൂളിംഗ് ഫാനാണ്. ഈ കൂളിംഗ് ഫാൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിത് ക്ലാസ് AB ആംപ്ലിഫയർ ആയതുകൊണ്ട് ഹീറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഫാൻ എപ്പോഴും കൊടുക്കുന്നത് ഹീറ്റ് കുറയ്ക്കാൻ എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ലൈഫ് കിട്ടുകയും ചെയ്യും നമ്മളൊരു ഫാൻ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈമർ സർക്യൂട്ടാണ് കൊടുത്തത്. ഇതൊരു NTC വെച്ചിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊരു പർട്ടിക്കുലർ ഹീറ്റ് സിങ്കിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ സർക്യൂട്ട് ഓണായിട്ട് ഫാൻ കറങ്ങത്തുള്ളൂ. അപ്പം നമ്മൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ ഫാൻ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരുന്ന ഒരു നോയ്സ് അവിടെ ഉണ്ടാവും. അത് പാട്ടിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സർക്യൂട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. സെലക്ടർ സ്വിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഇതൊരു പ്രോലോജിക് ആംപ്ലിഫയർ ആണെങ്കിലും നമുക്കൊരു 5.1 എക്സ്ട്രാക്ടർ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കണക്ഷൻ കൊടുത്ത് നമുക്കൊരു ഡോൾബി DTS ആയിട്ട് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു സെലക്ടർ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ കപ്പാസിറ്ററൊക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു PCB ആണ്. ഇതിന് ഏകദേശം ഒരു 50 രൂപ റേഞ്ചിലാണ് ഈ ഒരു PCBക്ക് വില വരുന്നത്. ഇത് സ്പീക്കർ ടെർമിനലുകളാണ്. ഇതൊരു 4-way ടെർമിനലാണ്. നമുക്കിതിൽ 2 ചാനൽ നമുക്കിതിന് എടുക്കാൻ പറ്റും. അങ്ങനെ മൊത്തം 6 ചാനലിന് വേണ്ടിയിട്ട് 3 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. നമുക്ക് സ്പ്രിംഗ് ടൈപ്പാണ് വരുന്നത്. ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. കാരണം നമുക്കിത് ഒരുപാട് സമയം ഇങ്ങനെ വയർ ഊരിയും കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആക്ഷൻ കുറഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഏകദേശം 20 രൂപ വില വരുന്ന ഒരു 10 രൂപയ്ക്കും നമുക്ക് കിട്ടും, 15 രൂപയ്ക്കും കിട്ടും. അപ്പം അത്യാവശ്യം 20 രൂപ കൊടുത്താണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. ക്വാളിറ്റി ഉണ്ട്. അതുപോലെ നമുക്ക് ഓരോ ചാനലിനും നമുക്ക് സെപ്പറേറ്റ് വോളിയം കൺട്രോളാണ് വരുന്നത്. വോളിയം കൺട്രോളിന് ഞാനെല്ലാം 47K ആണ് എടുത്തിരിക്കുന്നത്. ഇത് എൽകോം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വോളിയം കൺട്രോളാണ്. ഇത് ഏകദേശം 20 രൂപ 25 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. മൊത്തം നമുക്ക് 6 കൺട്രോൾ ആവശ്യമുണ്ട്. അടുത്ത നമ്മുടെ USB മൊഡ്യൂളാണ്. ഇത് G-Star എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മൊഡ്യൂളാണ്. USB BT051R ഇതാണ് ഇതിൻ്റെ മോഡൽ. ഇതിനകത്ത് ഒരു മൈക്കൊക്കെ കണക്ഷൻ വരുന്നൊരു മൊഡ്യൂളാണിത്. അപ്പം ഇത് ഞാനൊരു മൈക്കും കൂടെ ഇതിനകത്തൊരു മൈക്ക് സോക്കറ്റൂടെ ഈ ആംപ്ലിഫയർ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു മൈക്കൊക്കെ കണക്ട് ചെയ്ത് ചെറിയ രീതിയിൽ കരോക്കെ വെച്ച് പാട്ട് പാടാൻ പറ്റുന്നൊരു മൊഡ്യൂളാണിത്. ഇതിൻ്റെ വില വരുന്ന ഏകദേശം ഒരു 200 റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിൻ്റെ റിമോട്ടാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഷീൽഡ് വെയർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ വോളിയം കൺട്രോളൊക്കെ ഞാൻ ഷീൽഡ് വെയർ ഉപയോഗിച്ചാണ് വയറിങ്ങുന്നത്. അപ്പോൾ നോയ്സൊക്കെ കഴിവതും കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഷീൽഡ് വെയർ ഉപയോഗിക്കുന്നത്. ഇത് മീറ്ററിന് ഏകദേശം 35 രൂപയാണ് വില വരുന്നത്. പിന്നെ വരുന്നത് നോബുകളാണ്. ഇതൊക്കെ PVC നോബുകളാണ്. ഞാൻ ഓർഡിനറി നോബുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നോബുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ ഇത് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത് 24/24 സബ് വൂഫറിന് വേണ്ടിയിട്ടും 12/12 സൈഡ് ചാനലുകൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 12 ടാപ്പിംഗ് വേറെ ഉണ്ട്. അത് കൂളിംഗ് ഫാൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പ്രോലോജിക് ബോർഡിലുള്ള സബ് ഫിൽറ്റർ വർക്കിംഗ് പോരാന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ STODയുടെ ഒരു സബ് വൂഫർ ഫിൽറ്റർ വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കത്ര പോരാ, സാറ്റിസ്ഫാക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിൽ ആ സബ് ഔട്ട് തന്നെ ആയിരിക്കും നേരെ സബ് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. ഈ സബ് വൂഫർ ഫിൽറ്റർ ബോർഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്-ബാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ചില സമയത്ത് നമുക്ക് ബേസ് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ നേരം പാട്ടൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഞാൻ നിങ്ങളെ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ ബോർഡിന് മാത്രം ഏകദേശം 300 രൂപയ്ക്ക് മുകളിൽ വില വന്നിട്ടുണ്ട്. അപ്പം പൊതുവെ ഈ സ്റ്റുഡിയോയുടെ ബോർഡുകൾക്കൊക്കെ വില കൂടുതലാണെന്നുള്ള പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് വില കൂടുതൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഈ ബോർഡ് കണ്ടില്ലേ, ഇതിൻ്റെ കംപ്ലീറ്റ് SMD ആണ് ഇതിൻ്റെ ബാക്കിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ PCB ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു PCB ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പോണൻസിൻ്റെ കാര്യമാണെങ്കിലും റെസിസ്റ്ററൊക്കെ ആണെങ്കിലും MFR റെസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കപ്പാസിറ്ററും ക്വാളിറ്റിയുള്ള കപ്പാസിറ്റർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വില വരുന്നത്. നമുക്ക് വില കൂടുന്നതനുസരിച്ച് ക്വാളിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ വില മാത്രം നോക്കി ഒരു സാധനം എടുത്തിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള വർക്കിംഗ് അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പം നല്ല ക്വാളിറ്റിയുള്ള ബോർഡും നല്ല വർക്കിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്കിതൊരു വലിയ വിലയായിട്ട് തോന്നുന്നില്ല. കാരണം ഞാനിത് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. ഇതുവരെ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടുമില്ല. നല്ല വർക്കിംഗ് കിട്ടുന്നു. ഔട്ട്പുട്ടിൽ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്നൊക്കെ സബ് ഫിൽറ്റർ ബോർഡൊക്കെ കിട്ടും. അതൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസിയിലൊക്കെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനത്തിന് എപ്പോഴും ഗുണമേന്മ എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരിക്കും. കാരണം പലരും നെഗറ്റീവ് പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നത്. ഞാൻ കഴിവതും ക്വാളിറ്റി നോക്കിയിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. വില മാത്രം നോക്കി നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ സബ് വൂഫറിന് വേണ്ടിയിട്ടുള്ള ആംപ്ലിഫയറിന് 6 ആംപിയറിൻ്റെ ഡയോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ബ്രിഡ്ജ് ചെയ്തെടുത്തിട്ടാണ് പവർ സപ്ലൈ നിർമ്മിക്കാൻ പോകുന്നത്. ഈ ട്രാൻസ്ഫോമർ ഏകദേശം 6 ആംപിയർ വരുന്ന ട്രാൻസ്ഫോമറാണ്. അതുകൊണ്ടാണ് ഞാൻ 6 ആംപിയർ ഡയോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്യാബിനാണ്. ഈ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.25 ഇഞ്ച് ഹൈറ്റ് വരുന്ന ക്യാബിനത്. ഈ ക്യാബിൻ മാർക്കറ്റിൽ ഏകദേശം ഒരു 600 രൂപ 650 രൂപ റേഞ്ചിലാണ് വില വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡയൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡയൽ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഫ്രണ്ട് പാനൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 750-800 രൂപ റേഞ്ചിലൊക്കെ വരും. ഇതിൻ്റെ കൂടെ ഈ ക്യാബിനറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അതാണ് ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കസ്റ്റമർ ബഡ്ജറ്റ് പറയുമ്പം നമുക്ക് അതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്തെങ്കിലേ നമുക്ക് ഒരു ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പാനൽ മാത്രം ചെയ്ത് വരണമെങ്കിൽ ഒരു ദിവസം നമ്മൾ മെനക്കെട്ട് പോകണം. പിന്നെ അത് ഡിസൈൻ ചെയ്യണം. ഫ്രണ്ട് പാനൽ ചെയ്ത് വരുമ്പോൾ 2 ലെയറിലൊക്കെ ഫ്രണ്ട് പാനൽ ചെയ്ത് വരുന്ന 750 രൂപ മുതൽ 850 രൂപ വരെയാണ് അവർ വാങ്ങിക്കുന്നത്. പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന നോബ് 60 രൂപ മുതൽ വിലയുള്ള നോബുകളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട് പാനൽ ഡിസൈനിങ് മാത്രം 1000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ബഡ്ജറ്റിലേക്ക് ഒതുങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പവർ സപ്ലൈയുടെ കാര്യമാണെങ്കിലും ആംപ്ലിഫയർ സർക്യൂട്ട് ബോർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളൊരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യാറില്ല. കഴിവതും ക്വാളിറ്റിയും നല്ല ഔട്ട്പുട്ട് പവർ കിട്ടുന്ന രീതിയിലുള്ള ബോർഡുകൾ മാത്രമാണ് ഞാൻ യൂസ് ചെയ്ത് ആംപ്ലിഫയർ നിർമ്മിക്കാറുള്ളത്. അസംബ്ലിങ് വീഡിയോ അടുത്ത പാർട്ടായിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഇത് ഒറ്റ പാർട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്ത് കാണിച്ച് നമുക്കിത് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 2 വീഡിയോ ആയിട്ട് ഇതിടാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം.